പോർച്ചുഗലാണ് അർജന്റീനയേക്കാൾ നല്ല ടീം. കാരണം പോർച്ചുഗൽ അറ്റ്ലീസ്റ്റ് സ്പെയിനെതിരെ പോരാടി നിൽക്കെങ്കിലും ചെയ്തിട്ടുണ്ട്. അർജന്റീന വളരെ മോശമായിട്ട് കളിച്ച്. അപ്പം പോർച്ചുഗലിൻ്റെ ടീം ഇതിനേക്കാൾ അർഹിച്ചിരുന്നില്ല. ഞാനൊരു കൺക്ലൂഷൻ രൂപത്തിൽ ചോദിക്കാം. ടീം വെച്ച് നോക്കുകയാണെങ്കിൽ പോർച്ചുഗൽ എത്രയോ നല്ല ടീമാണ്. നമ്മൾ പറഞ്ഞിട്ട് പോർച്ചുഗലിൻ്റെ ഒരു വിഷയം വന്നതെന്ന് വെച്ചെങ്കിൽ അവിടെ ഒരു ടീമായിട്ട് കളക്റ്റീവ് എഫേർട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നല്ല. അവരുടെ പ്ലേയേഴ്സിനെ ഇൻഡിവിജ്വലി നമ്മൾ ഓരോ പ്ലേയേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്രയും ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് വേറെ ടീമുകളിൽ എവിടെയാണ് ഉള്ളത്. അതാണ് പക്ഷെ അവരെ പ്രശ്നം അതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ക്രിസ്ത്യാനോ ഒരു ഭാഗത്തുണ്ടായിരുന്നു, ഇതുപോലെ ടീം എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ട്, അതേപോലെ തന്നെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ബോണ്ടിങ് പ്ലേയേഴ്സ് തമ്മിലുള്ള ആ ഒരു റാപ്പോ ഒന്നും പോർച്ചുഗൽ ടീമിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇമോഷണൽ ഒരു കളക്റ്റീവ് അങ്ങനെയൊക്കെ ടീമായിട്ടൊക്കെ മെസ്സിക്ക് പോലും അണിനിരക്കുന്നതാണ്. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഓവർ റിലയൻസ് ഓൺ മെസ്സിയെ അമിതമായിട്ട് ആശ്രയിക്കുന്നു. പിന്നെ ടീം എന്ന് പറയുന്നതില്ല, ആ ഒരു ഇമോഷണൽമ മാത്രം ടീം കളിക്കുന്നതാണ്. ആ ടീം അത് ക്വാളിറ്റി ചിലപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ 2022 കളിച്ചപ്പോൾ ഇതൊന്നുകൂടി യങ്ങറായിരുന്നു അല്ലേ. ഈ പ്ലേയേഴ്സൊക്കെ എന്ന് പറയുന്നത് അവർക്കൊന്നുകൂടി ഫിസിക്കലി ഒന്നുകൂടി യങ്ങറായിരുന്നു, ഹെൽത്തി ആയിരുന്നു, നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ ഈ പ്ലേയേഴ്സൊക്കെ എന്ന് പറയുന്നത് ഏജിങ് ആണ്. അതേപോലെ തന്നെ രീതിയിൽ കളിക്കാൻ പറ്റുന്നില്ല, ക്വാളിറ്റി വൈസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ അറിയാതിരുന്നത് മെസ്സിയുടെ പെർഫോമൻസ് കൊണ്ടാണ്. പക്ഷേ ഈ ഫൈനലിൽ എന്ന് പറയുന്നത് മെസ്സിയുടെ ആ ഒരു പാത്ത് ഫുള്ള് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ അതാണ് ചോദ്യം. അതായത് നമ്മൾ ഈ സ്പെയിനോട് മാത്രം കളിച്ച് കളിയെടുക്കുക. ഞങ്ങൾ പോർച്ചുഗൽ സ്പെയിനെതിരെ കളിച്ച് കളിയും, നിങ്ങൾ അർജന്റീനക്കാർ സ്പെയിനെതിരെ കളിച്ച് കളി നോക്കുക. അപ്പോൾ പോർച്ചുഗൽ അല്ലേ അർജന്റീനയേക്കാൾ മികച്ച ടീം? തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള ടീം എന്നുള്ളത് പോർച്ചുഗൽ തന്നെയാണ്. അപ്പോൾ നിലവിൽ പോർച്ചുഗലും അർജന്റീനയും തമ്മിൽ കളിക്കുകയാണെങ്കിൽ പോലും പോർച്ചുഗൽ ജയിക്കേണ്ടതാണ്. അപ്പോൾ ടീം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ എപ്പോഴും നമ്മൾ കളിക്കേണ്ടത് ഇതേപോലെ തന്നെ ബോണ്ടും റാപ്പും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ആ കാര്യത്തിലൊരു കൺക്ലൂഷൻ.